മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വാഞ്ചയാണ് ദൈവത്തെ കാണണം, ദൈവത്തെ കണ്ട് തൃപ്തനാകണം എന്നുള്ള ഒരു ചിന്ത. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന കാര്യമാ ദൈവം എൻ്റെ അടുക്കൽ വരണം, എനിക്ക് ദൈവത്തെ കാണണം, ദൈവ സാന്നിധ്യം അനുഭവിക്കണം, ദൈവകൃപയെ അനുഭവിക്കണമെന്ന് ഒരു ആത്മീയനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും വലിയൊരു ചിന്തയാണ്. 17-ാം സങ്കീർത്തനം ദാവീദ് ചമയ്ക്കുമ്പോൾ അതിന്റെ 15-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഞാനോ നീതിയിൽ നിന്റെ മുഖം കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ദാവീദ് പറയുക, എനിക്ക് നിന്റെ മുഖം കാണണം, ഞാൻ ഉണരുമ്പോൾ ദൈവത്തിന് സ്തോത്രം നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ഒരു തൃപ്തി പ്രാപിക്കാൻ കഴിയാത്ത ധാരാളം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല വീട് പണിത്, പക്ഷെ അവരിന്നും സംതൃപ്തരല്ല. എന്നാൽ ബൈബിളിൽ വാക്യമുണ്ട്, ആലയത്തിലെ നന്മ കൊണ്ട് ഞാൻ നിന്നെ തൃപ്തിപ്പെടുത്തും. ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ഓരോ ദൈവമക്കളെയും തൃപ്തിപ്പെടുത്തി അയക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ ഒരാലോചനയാണ്. യേശുക്രിസ്തുവിന്റെ അടുക്കൽ 5000-ഓളം പുരുഷന്മാര് കടന്നു വന്നു. അവരുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും കടന്നു വന്നു. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരുടെ വയറ് നിറച്ച് അവരുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും കൊടുത്തിട്ട് അവിടെ വായിക്കുക, അവരെല്ലാവരും തിന്ന് തൃപ്തരായ ശേഷം കൊട്ടകൾ നിറച്ചെടുത്തു. ചെറുതിൽ നിന്ന് ജനത്തെ മുഴുവൻ തൃപ്തിപ്പെടുത്തി വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവന്റെ പേരാ യേശു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ദൈവം തരുന്ന ഒരു ബോധ്യം, ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ പോവുകയാണ്. ഓരോ രാത്രിയിലും കടന്നുറങ്ങുമ്പോൾ ഞാൻ കിടന്നുറങ്ങി യഹോവ താങ്ങുകയാൽ ഉണർന്നിരിക്കുന്നു. ഓരോ പ്രഭാതവും എഴുന്നേക്കുവാൻ കൃപ തരുന്നത് ദൈവത്തിന്റെ വലിയ കൃപ തന്നെയാണ്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ നീതിയിൽ നിന്റെ മുഖം കാണും, ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് ഞാൻ തൃപ്തനാകും. എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണാൻ ലഭിക്കുന്നത്, ദൈവത്തെ കാണുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവ സാന്നിധ്യം അനുഭവിക്കുക. നീ ഉറങ്ങുമ്പോഴും ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഇനി വചനം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നിന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ദൈവത്തെ കാണാനും ദൈവ സാന്നിധ്യം രുചിക്കാനുമുള്ള സമയം അടുത്തു വന്നിരിക്കുക. ഈ ദിവസങ്ങളിൽ നീ തൃപ്തനാകും. ആത്മീയ കാര്യത്തിൽ തൃപ്തനാകും, ഭൗതിക കാര്യത്തിൽ തൃപ്തനാകും. നിന്റെ ലൈഫിൽ നീ സംതൃപ്തനാകും. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ദൈവത്തിന്റെ മുഖം കണ്ട് തൃപ്തനാകാൻ, ദൈവത്തിന്റെ മുഖം കണ്ട് ബലപ്പെടുവാൻ നിന്റെ മക്കൾക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗങ്ങൾ മാറട്ടെ, അവരുടെ ശാപങ്ങൾ മാറട്ടെ, അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, അവരുടെ പോരാട്ടങ്ങൾ നീങ്ങിപ്പോകട്ടെ. നിന്റെ നാമത്തിൽ അവരെ പ്രാർത്ഥിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവം നിന്നെ തൃപ്തിപ്പെടുത്തും. ഗോഡ് ബ്ലെസ് യു.